ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വ്ളോഗിൽ നാളെ ശ്രീകൃഷ്ണ ജയന്തിയാണ്. അപ്പം നമ്മുടെ കുഞ്ഞു കൃഷ്ണന്മാരെ നമ്മൾ ഒരുക്കുന്ന വീഡിയോയാണ്. നമ്മൾ മേക്കപ്പ് ചെയ്ത് റെഡി ആയിട്ട് നമ്മൾ ഫോട്ടോഷൂട്ടിൻ്റെ തയ്യാറെടുപ്പൊക്കെ. അപ്പോൾ ഫോട്ടോഷൂട്ടിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നമ്മുടെ കുഞ്ഞി കൃഷ്ണനും രാധയും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഫോട്ടോഷൂട്ടിന്. ഇനി നമ്മൾ ഇവരെ മാറ്റി അടുത്ത ആൾ കൃഷ്ണൻ, അടുത്ത ആൾ രാധയായിട്ട് റെഡിയാവും. പിന്നെ 2 കൃഷ്ണന്മാരുടെ രീതിയിൽ റെഡിയാക്കണം. അപ്പം നമ്മുടെ ഫൈനൽ റിസൾട്ട് നമ്മൾ വ്ളോഗിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. 2 പേരും നല്ല ഭംഗിയുണ്ട് കാണാൻ. കൃഷ്ണ രാധ നോക്കൂ, രാധേ കൃഷ്ണ, രാധേ കൃഷ്ണ. അപ്പം നമ്മുടെ രാധയും കൃഷ്ണനും എന്താ അവിടെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാനുള്ള ഇരുത്തയിലൊക്കെയാണ്. ഭയങ്കര പാടാണ് 2 പേരെ ഇരുത്തി ഫോട്ടോ എടുക്കുക എന്നുള്ളത്. ഒരാൾ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ ഒരാൾ അങ്ങോട്ട് പോകും. പക്ഷേ നല്ല ഭംഗിയുണ്ട് അവർ ഫോട്ടോസൊക്കെ പോസ് ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളിതിൻ്റെ കൂടെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, കൃഷ്ണൻ്റെ രാധയുടെ. ചിരിച്ചേരാതെ ഗായ്സ്. അപ്പം നമ്മൾ ഫോട്ടോഷൂട്ടിൻ്റെ ഫോട്ടോസിനോടൊപ്പം ഇന്നത്തെ നാളത്തെയും ഒരുമിച്ചായിരിക്കും നമ്മൾ വ്ളോഗായിട്ട് ഇടുന്നത്. കാരണം നമുക്ക് വിഷ്വൽസ് എല്ലാം കവർ ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. മാക്സിമം നമ്മൾ ഇവിടുത്തെ ഫങ്ഷൻസിൻ്റെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ 2 കുസൃതി കുട്ടികളെയും കൊണ്ട് നമ്മൾ ഫോട്ടോസും വീഡിയോസും നമുക്ക് അത്യാവശ്യം നല്ല പാടായിരുന്നു. പക്ഷേ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടു നോക്കുക എങ്ങനെ ഉണ്ടെന്ന്. ഗായ്സ്, അപ്പോൾ ഇന്നലെ ഫോട്ടോഷൂട്ട് ഇന്ന് നമ്മൾ ശ്രീകൃഷ്ണ ജയന്തിയായിട്ട് നമ്മുടെ കുഞ്ഞി കണ്ണന്മാരെ 2 പേരെ ഒരുക്കി നമ്മളിവിടെ വീടിനടുത്തുള്ള റാലിയിൽ പങ്കെടുക്കാൻ വന്നിരിക്കുകയാണ്. നമ്മുടെ വീടിനടുത്തുള്ള ചാങ്കൂര അമ്പലത്തിലെയാണ് ഈ ജന്മാഷ്ടമിയുടെ ഘോഷയാത്ര പോകുന്നത്. ഒരുപാട് കൃഷ്ണന്മാരും രാധമാരും ഒക്കെ ഒരുങ്ങി അതിമനോഹരമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് കുട്ടികളുണ്ട്. അതുപോലെ തന്നെ കൃഷ്ണനും രാധമാരായിട്ട് നൃത്തം ചെയ്യാനായിട്ട് ഒരുപാട് കുട്ടികൾ എത്തിയിട്ടുണ്ട്. അവരുടെ നൃത്തത്തിനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയിരിക്കുകയാണ്. 2 ബാച്ചായിട്ടാണ് കുട്ടികൾ എത്തിയിരിക്കുന്നത്. മുതിർന്ന കുട്ടികളാണ് വന്നിട്ടുള്ളവർ. ചേച്ചിമാരുടെ നൃത്തമൊക്കെ ആസ്വദിച്ച് നമ്മുടെ ഓമിക്കണ്ണൻ അച്ചാച്ചൻ്റെ അടുത്ത് ഇങ്ങനെ നിന്ന് ചേച്ചിമാരുടെ ഡാൻസും ബാക്കിയുള്ള ചേട്ടന്മാർ കണ്ണന്മാരെയും രാധമാരെയൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അയാളും മനസ്സിലാവുന്നില്ല, അയാൾക്ക് ഡാൻസും കാര്യങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ അയാളും ആസ്വദിക്കുകയാണ്. നമ്മുടെ അല്ലുക്കണ്ണനാണെങ്കിൽ അമ്മയുടെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അയാളും ആദ്യമായിട്ടാണ് ഈ പരിപാടിയിലൊക്കെ ഇങ്ങനെ, കുഞ്ഞുങ്ങൾ 2 പേരും ആദ്യമായിട്ട് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നേരിട്ട് കാണുന്നത്. ഞങ്ങൾക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം കുഞ്ഞുങ്ങൾ ആദ്യമായിട്ടാണ് ജന്മാഷ്ടമിയുടെ ഈ ഒരു റാലിയിൽ പങ്കെടുക്കുന്നത്. അപ്പം കരച്ചിലുണ്ടാവുമോ, തിക്കിലും ഒക്കെ ഇവർ അഡ്ജസ്റ്റ് ആവുമോ എന്നൊക്കെ ഉള്ളൊരു ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ 2 പേരും നന്നായിട്ട് എൻജോയ് ചെയ്ത് കാഴ്ചകളൊക്കെ കണ്ട് ഹാപ്പി ആയിട്ടായിരുന്നു. കാരണം അവർക്കും ആദ്യമായിട്ടാണ് ഇത്തരം കാഴ്ചകളൊക്കെ. അപ്പം അവരത് മാക്സിമം നന്നായിട്ട് എൻജോയ് ചെയ്ത്. അതായത് ഞങ്ങൾ എന്നിട്ട് നേരെ കലഞ്ഞൂരേക്ക് എത്തി. ഇവിടെയും ഇഷ്ടംപോലെ കുട്ടികളും അമ്മമാരും ഒക്കെ ഉണ്ടായിരുന്നു റാലി പങ്കെടുക്കാൻ. അതുപോലെ നല്ല തിരക്കായിരുന്നു. പക്ഷെ നമുക്ക് അധികം വീഡിയോസൊന്നും ഇവിടെ കവർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നലെ നമ്മൾ ജന്മാഷ്ടമിയായിട്ട് ഘോഷയാത്രയ്ക്കൊക്കെ പോയി. നമ്മൾ പക്ഷേ കലഞ്ഞൂർ ഭാഗം വന്നപ്പോഴത്തേക്ക് ഇച്ചിരി ലേറ്റ് നൈറ്റായി. നമുക്ക് അതുകൊണ്ട് അവിടുത്തെ വിഷ്വൽസൊന്നും അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ നല്ലൊരു ഡേ ആയിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ എൻജോയ് ചെയ്തു. നമ്മൾ അങ്ങനെ ഘോഷയാത്രയൊക്കെ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളൊക്കെ ഘോഷയാത്രയിലൊക്കെ പങ്കെടുക്കുന്നത്. ഇപ്പോൾ കുഞ്ഞുങ്ങളോടായിട്ട് അവർക്കൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ രസമായിരുന്നു. നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തു. നമ്മൾ ഫുൾ ഫാമിലി, അച്ഛൻ, അമ്മ, ഞങ്ങൾ 2 പേരും കുഞ്ഞുങ്ങൾ 2 പേരുമായിട്ട് നമ്മൾ മാക്സിമം അടിച്ചു പൊളിച്ച് നമ്മൾ എൻജോയ് ചെയ്തു. എല്ലാവരെയും നമ്മൾ ഒരുപാട് പേരെ കണ്ടു, ഒരുപാട് കൃഷ്ണൻ രാധയൊക്കെ കണ്ടു. നല്ല ഭംഗിയായിരുന്നു. അവരുടെ ഡാൻസ് പരിപാടികളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. നല്ലൊരു ദിവസമായിരുന്നു നമുക്ക് മൊത്തത്തിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആവുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി കാണുന്നവരെ
ബൈ. ബൈ.